വാഷിംഗ്ടണ് ഹിൽട്ടണ് ഹോട്ടലില് നടന്ന വെടിവെപ്പിനു പിന്നാലെ വൈറ്റ് ഹൌസ് വൃത്തങ്ങളും ലോകരാജ്യങ്ങളും അതീവ ജാഗ്രതയിലാണ്. വൈറ്റ് ഹൌസ് കറസ്പോണ്ടന്റ്സ് അസോസിയേഷന് സംഘടിപ്പിച്ച വിരുന്നിനിടെ നടന്ന ആക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിനു പിന്നാലെ ശക്തമായ പ്രതികരണവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. രാജ്യത്തിനായി വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നവരെയാണ് അക്രമികളെ എപ്പോഴും ലക്ഷ്യമിടുന്നതെന്നും മുൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കന്റെ ചരിത്രം ഇതിന് ഉദാഹരണമാണെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു. താന് ചെയ്യുന്ന കാര്യങ്ങളില് സന്തോഷിക്കാത്ത ഒരു വിഭാഗം എപ്പോഴും ഉണ്ടാകുമെന്നും അത്തരക്കാരുടെ പ്രതിഫലനമാണ് ഇത്തരം ആക്രമണങ്ങളെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. വധശ്രമങ്ങളെക്കുറിച്ച് താന് പഠിച്ചിട്ടുണ്ടെന്നും ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന നേതാക്കള് ഇത്തരം വെല്ലുവിളികള് നേരിടേണ്ടിവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്നെ ലക്ഷ്യം വെച്ചുള്ള നീക്കമായിരിക്കാം ഇതെന്നും എന്നാല് ഇത്തരം ഭീഷണികൾക്ക് വഴങ്ങില്ലെന്നും ട്രംപ് ആവർത്തിച്ചു. അതേസമയം സംഭവത്തിന് ഇറാന് യുദ്ധവുമായോ അല്ലെങ്കില് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദില് നടന്ന ചർച്ചകളുടെ പരാജയവുമായോ ബന്ധമുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് നിലവില് അത്തരമൊരു സൂചനയില്ലെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. വെടിവെപ്പില് ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. വെടിയൊച്ച കേട്ടതോടെ ട്രംപിനെ സുരക്ഷാ ഉദ്യോഗസ്ഥര് വളയുന്നതിന്റെയും അദ്ദേഹത്തെ സുരക്ഷിതനായി വേദിയിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇറാനെതിരായ യുദ്ധം ജയിക്കുന്നതില് നിന്നുതന്നെ പിന്തിരിപ്പിക്കാന് ഇത്തരം സംഭവങ്ങൾക്കാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും ലഭ്യമായ വിവരങ്ങള് പ്രകാരം മറ്റൊരു രാജ്യത്തിന് ഇതില് പങ്കുള്ളതായി കരുതുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.